അസ്സലാമലൈക്കും അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ചായക്കൊക്കെ വെള്ളം വെച്ചിക്കണ്. അപ്പോൾ അരി ഇടാൻ മറന്നീനി കേട്ടോ. അപ്പോൾ ഇനി എന്താ ഇപ്പോൾ കടിയെന്ന് ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോൾ ഇനി നമുക്ക് അരിൻ്റെ പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി പത്തിരിപ്പൊടിയൊക്കെ, അപ്പോൾ അത് വെച്ചിട്ട് അപ്പം ചൂടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചില നേരത്തെ ഉണ്ട് അങ്ങനെ ഒരു മറവി. അപ്പോൾ ഏതായാലും ഞാൻ എന്താട്ടി കുറച്ച് അരിപ്പൊടി എടുത്തുകാണ്ട് അപ്പം ചൂടാന്ന് കരുതി. അപ്പം ഇന്ന് ചോറും കൂട്ടാനൊന്നും വേണ്ട കേട്ടോ. ഇന്ന് നമ്മളെ മദ്രസയിൽ നേർച്ചയാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൊല്ലം ഉണ്ടാകലുണ്ട് കേട്ടോ നേർച്ച. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് നേർച്ചക്കൊക്കെ പോകണുണ്ട്. അപ്പോൾ അതിന് നമുക്കിന്ന് ചോറും ഇറച്ചിച്ചാറൊക്കെ കിട്ടും. അപ്പോൾ അതിന് പോകണം. അപ്പം ഇന്ന് ചോറും കൂട്ടാനൊന്നും വെക്കണില്ല കേട്ടോ മക്കളെ. ഇന്ന് ഏതായാലും നമുക്ക് കജ്ജും കാലൊക്കെ നീട്ടിയിട്ടെന്ന് കുറച്ച് നേരം കൂത്തിർക്ക. നമ്മളെ പാത്രം പോലെ അടിച്ചിലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഉണ്ട് കജ്ജും കാലും നീട്ടി കൂത്തിർക്കുക. പിന്നെ ജുമയൊക്കെ തിരിഞ്ഞിട്ടാണ് ചോറ് കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നേർച്ചക്കൊക്കെ അങ്ങനെ പോകുമ്പോണ്ടല്ലോ, നമ്മൾ ചെറിയ കുട്ടികളാവുമ്പോഴേ നേർച്ചക്ക് പോയതിങ്ങനെ ഓർമ്മയാവും കേട്ടോ. അന്ന് വലിയ കുടുക്കിയും പാത്രവും ഒക്കെ കൊണ്ടുപോകും. അന്ന് പോണവർക്കൊക്കെ ചോറുണ്ടാവും കേട്ടോ അതിന്. അപ്പം നമ്മളെന്താട്ടും, ഞാനും പോകും, ജൻസത്തിയും പോകും, അമ്മായിയും പോകും, വല്യമ്മയും പോകും. അങ്ങനെ ഞങ്ങൾ 3-4 ആൾക്കാർ ഞങ്ങളെ പെരയിൽ നിന്ന് പോകും കേട്ടോ. അപ്പം ഞങ്ങളെ കുടിയിൽ കുറേ ആൾക്കാരുണ്ട്, മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഒരാൾ പോയാൽ മാത്രം ചോറ് തികയില്ലല്ലോ. അപ്പം ഞങ്ങളെല്ലാവരും പോകലുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഓരോ വയസ്സങ്ങനെ കൂടുന്നതിനനുസരിച്ച് നമുക്ക് പോകാൻ മടിയായി തുടങ്ങി കേട്ടോ. നേർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ ചോറ്റിന് പോകാൻ മടിയായി. അത് പൊതുവേ അങ്ങനെ തന്നെയല്ല, സ്വാഭാവികമായിട്ട് കുറച്ച് വലിയ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പാത്രവും കുടുക്കിയൊക്കെ ഇങ്ങനെ കൊണ്ട് പോകാൻ നമുക്ക് വല്ലാത്തൊരു മടിയും കുറവും ഒക്കെ കാരണം ആരെങ്കിലുമൊക്കെ കണ്ടാലോ എന്നൊക്കെ കുറവേക്കാരം. വെച്ചെങ്കിൽ മദ്രസ ചെന്നാൽ നമ്മളെ പ്രായത്തിലുള്ള ആൾക്കാരും കുട്ടികളൊക്കെ ഉണ്ടാവും കേട്ടോ. വെച്ചെങ്കിൽ നമ്മളുണ്ടല്ലോ ആ പാത്രവും തൂക്കിക്കാണ്ട് അങ്ങനെ അങ്ങാടി കൂടെ പോകണ്ടേ. അപ്പോൾ നമ്മളെ മദ്രസ എന്ന് വെച്ചാൽ ഞങ്ങളുടെ അങ്ങാടിയിലേനി കേട്ടോ. അപ്പോൾ അതിലെ പോകണ്ടേന്ന് എഴുതിക്കാണ്ട് ഭയങ്കര കുറവേനി പോകാൻ. പിന്നെ വല്യമ്മ ആട്ടി തൊളിച്ച് കൊണ്ടുപോകും എല്ലാവരും കേട്ടോ. കാരണം നമ്മൾ ഒരാൾ പോയി കഴിഞ്ഞാൽ ആ ചോറ് എല്ലാവർക്കും ഉണ്ടാവില്ല. അങ്ങനെ ഏതായാലും മരല്ലാ മനസ്സോടൊക്കെ പോകും നമ്മൾ. കവറിലും ഇതിലൊക്കെ ഇട്ടുകാണ്ട് അത് കൊണ്ടുപോകും കേട്ടോ. ഇപ്പം ഇങ്ങനെ ഇന്നിപ്പോൾ നേർച്ചയ്ക്ക് പോയപ്പോണ്ടല്ലോ അതാണ് ഓർമ്മയായത് കേട്ടോ. ആ പാത്രം കൊണ്ട് പോയപ്പോൾ എന്താ അങ്ങനെ ഒരു കാലുണ്ടായിനിയല്ലോ എന്നില്ല കേട്ടോ. അപ്പോൾ അന്ന് കുറവ് ആണെങ്കിലും ഇപ്പം നമുക്കൊരു കുറവുമില്ല കേട്ടോ പോകാൻ. എല്ലാവരും ഉണ്ടായിന് ഞങ്ങളിവിടെ ചുറ്റുവട്ടത്തിൽ എല്ലാ പെണ്ണുങ്ങളും പോന്നീന് കേട്ടോ നേർച്ചയ്ക്ക്. ആണുങ്ങളിലേറെ കൂടുതൽ പെണ്ണുങ്ങളേക്കാരോ. അതെല്ലായിടത്തും എല്ലാ പരിപാടിക്കും അങ്ങനെ തന്നെ ഇക്കാരല്ലേ, ആണുങ്ങളിലേറെ കൂടുതൽ പെണ്ണുങ്ങളേക്കാരോ. പിന്നെ പെണ്ണുങ്ങളാകാൻ കാരണം വെച്ചാൽ ഓല മാപ്പിളാരൊക്കെ പണിക്ക് പോയിക്കൂലേ. അപ്പോൾ പിന്നെ പെണ്ണുങ്ങൾ തന്നെ പോകണ്ടേ. അങ്ങനെയാണ് പെണ്ണുങ്ങൾ കൂടുതലായിക്കാണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ടാണ് കേട്ടോ. അല്ലാതെ പെണ്ണുങ്ങൾ മാത്രം മുൻനിരയിൽ നിൽക്കണതല്ല. അപ്പോൾ മാപ്പിളാർ പോരാഞ്ഞാൽ പിന്നെ ഓരോ പെണ്ണുങ്ങൾ പോരല്ലാതെ ഒരു കൊതമല്ല. അങ്ങനെയാണ് പെണ്ണുങ്ങളാർ പോരുന്നത്. അങ്ങനെ ഏതായാലും വർത്തമാനത്തിൻ്റെ ഇടയിൽ നമ്മളപ്പൊക്കെ അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരിപ്പൊടിയിലും തന്നെ അപ്പം ചുട്ടാൽ ഉസാറായിട്ട് കിട്ടും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചീയപ്പം ചൂടാട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ അപ്പവും അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണമെന്ന് കേങ്ങും കറി കേട്ടോ. അപ്പം ചെറുപയറൊക്കെ ഉണ്ട്. ചെറുപയറൊന്നും വെച്ചാൽ മക്കൾക്ക് പറ്റില്ല. പിന്നെ ഓലിക്ക് ഇഷ്ടം ഈ കേങ്ങും കറി, അതേമാതിരി ചട്ടിനി, അല്ലെങ്കിൽ പിന്നെ കടല, അതൊക്കെ വേണം. അപ്പോൾ പിന്നെ കടല നമ്മളിപ്പം ഇന്നലത്തെ വീഡിയോയിൽ കടലല്ലേ. അപ്പം ഇന്നിപ്പോൾ ഇനി കടലക്കാനാവില്ല എഴുതിക്കാണ്ടാണ് കേങ്ങ് ഞാൻ തോലൊളിച്ചിട്ടുള്ളത്. അപ്പോൾ കേങ്ങക്ക് കുറച്ച് തേങ്ങയും കുറച്ച് ഇറച്ചി മസാല, ചിക്കൻ മസാലയൊക്കെ ഇട്ട് വെച്ചാൽ മക്കൾക്ക് വലിയ തൃപ്തിയാണ്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വെച്ചിട്ടോ. അതും കുറേ വെള്ളത്തിലൊന്നുമല്ല, ഒരു കുറച്ച് വെള്ളത്തിൽ അപ്പം ഇങ്ങനെ മുക്കി തിന്നാൻ പാകത്തിന് കേട്ടോ. ഒരു തൊട്ടിങ്ങനെ നാമച്ച് കണ്ട് ഇങ്ങനെ ഒരു കുറുന്നേരം അങ്ങനെയൊക്കെ ആയാലാണ് മക്കൾക്ക് തൃപ്തി. ഏതായാലും ഞാൻ ഇന്നിപ്പം എന്താട്ടി കുറച്ച് വെള്ളത്തിൽ തന്നെ വെക്കണം കേട്ടോ. കുറച്ച് തേങ്ങയൊക്കെ അരച്ച് പാരുന്നുണ്ട്.
അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെയാണ് ഇഷ്ടം എന്നാണ്. പക്ഷേ കേങ്ങക്കും അതേമാതിരി ഉള്ളിക്കും തക്കാളിക്കും ഒക്കെ വില കൂടിയതിനാണ്ട് ഇപ്പോൾ കുറുന്നന ഉണ്ടാക്കാനൊന്നും പറ്റൂല. കുറുന്നന ഉണ്ടാക്കണം എന്ന് വെച്ചെങ്കിൽ ഉണ്ടല്ലോ കുറേ സാധനം വേണം. കട്ടക്കാലത്തിനാണെങ്കിൽ നമ്മൾ ആ കേങ്ങ അരിഞ്ഞപ്പോൾ പകുതിയിലേറും നമ്മളെ കേങ്ങ് കേടാണ്. ഇനിയിപ്പോൾ വേറൊരു കേങ്ങ് എടുത്തുക്കാണ്ട് ഒന്ന് ചിരണ്ടാനും ഇതിനൊന്നും ഇച്ച് തോന്നിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ആ മതി എന്നാണ് വിചാരിച്ചു. അപ്പം ഞാൻ അതിനോടൊരു ചാറും ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ 2-3 കേങ്ങ് ഉണ്ടായിനി. അതും പിന്നെ ആ ഒരു കേങ്ങ് ഞാൻ പറഞ്ഞില്ലേ പൊളിച്ച് നോക്കുമ്പോൾ നടുക്കൊരു ഓട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെത്തി കളയാൻ പറ്റൂലല്ലോ. പിന്നെ 2 തക്കാളി എടുത്തിട്ടു. പിന്നെ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകവും ഇട്ടുകൊടുത്തുകാണ്ട് ചാറാണ്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതാക്കണം കുറച്ച് വെള്ളം പാർന്നിക്കണം കേട്ടോ. ഞാൻ വേഗം പാകത്തിന് ഇല്ല വെള്ളം പാർന്നിക്കണം. ഇനി നമുക്കത് നമ്മളടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഗ്യാസുമ്മ കടന്നുകാണ്ട് നമ്മളെ ചാറ് വേകട്ടെ. അപ്പോഴത്തേന് നമ്മളെ അപ്പമൊക്കെ നമുക്ക് അങ്ങനെ ചുട്ടെടുക്കും ചേട്ടോ. അങ്ങനെ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞ് മക്കൾക്ക് വന്നപ്പോൾ മദ്രസ ഇല്ലല്ലോ, സ്കൂളല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താട്ടി എന്നും ഉണ്ടല്ലോ അപ്പോൾ ഈ കജ്ജും കാലും നീട്ടി നിൽക്കാതെ നമുക്കിങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ട് അങ്ങനെ പണിയെടുക്കുക. ഒന്നല്ലെങ്കിൽ ഒന്ന്. അപ്പോൾ ഇന്നലെ ഞാൻ എന്തായിട്ടെന്നറിയാം, നമുക്ക് കുറച്ച് നേരം ഒന്ന് ടി വി കണ്ടു തീർക്കട്ടെ എഴുതി കണ്ട് ഞാൻ എന്താട്ടി കുറച്ച് നേരം ടി വി ഒക്കെ അങ്ങനെ കണ്ടു കുത്തിർന്നിട്ടാ. അപ്പോൾ കണ്ടു തീർന്നപ്പോൾ നമ്മളെ കിസ്രി ദീപം ഉണ്ടല്ലോ, കിസാൻ കൃഷി ദീപം, അതാണ് കേട്ടോ ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മത്സ്യകൃഷിയാണ്. മത്സ്യകൃഷി പറഞ്ഞാൽ ചെമ്മീൻ. അപ്പോൾ ആ ചെമ്മീൻ്റെ കുട്ടികളങ്ങനെ ഇടുന്നതും അതിറ്റങ്ങൾക്ക് തീറ്റ ഇട്ട് കൊടുക്കുന്നതും അങ്ങനെ കണ്ടിങ്ങനെ കുത്തിർന്നിട്ടാ. അപ്പം കണ്ടിങ്ങനെ കുത്തിർന്നപ്പോൾ പിന്നെ നീച്ചാനൊന്നും തോന്നിയില്ല. അതങ്ങനെ കണ്ട് കുറച്ച് നേരം അങ്ങനെ കുത്തിർന്ന് ഐറ്റങ്ങൾക്ക് തിന്നാൻ കൊടുക്കുന്നതും അതേമാതിരി ഐറ്റങ്ങളെ തീറ്റ ഉണ്ടാക്കുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതിങ്ങനെ കണ്ടിങ്ങനെ കുത്തിർന്ന് കുറച്ച് നേരമൊക്കെ കുത്തിർന്ന് ഞാൻ പിന്നെ ഇനിയിപ്പോൾ ആ കുത്തിർക്കൽ ശരിയില്ലല്ലോ എഴുതിക്കാണ്ട് വേഗം ചൂലും കൊണ്ടിറങ്ങിക്കണം നമ്മൾ അകടിച്ചു വരാൻ. അപ്പോൾ മുറ്റൊക്കെ അതിൻ്റെ മുന്നേ തന്നെ അടിച്ചു വരിക്കണം കേട്ടോ. എന്നും ഇപ്പോൾ ഈ മുന്നും പിന്നാമ്പറല്ലാത്ത ഒരു മുറ്റമൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടി ഇന്നിപ്പോൾ ഞാൻ അടിച്ചു വരുന്നായിക്കോട്ടെ എഴുതിക്കാണ്ടാണ്. അപ്പോൾ നമ്മൾ വേഗം അടിച്ചു വരി. അപ്പോൾ ഒന്ന് ചോറും കൂട്ടാനൊന്നും വെക്കാല്ലാത്തതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാന്ന് പറയട്ടോ. കാരണം നമുക്ക് നിങ്ങൾക്ക് ചോറിട്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇനി വേഗം അടിച്ചോരലും തുടക്കലും കഴിഞ്ഞിട്ട് നമുക്ക് വേഗം കുളിച്ചിക്കാണ്ട് ഇങ്ങനെ കജ്ജും കാലും നീട്ടി ഇങ്ങനെ കുത്തിർക്കുന്നു. ഇന്ന് നല്ല സുഖമാണ്, ഒരു കുഴപ്പമില്ല, ഒരു പണിയെടുക്കണ്ട. ഒന്നാമത്തെ ചോറും കൂട്ടാനും വെക്കാല്ല പിരാന്ത് വെച്ചാൽ എന്താ ചോറ് വെക്കണതിന് പണിയില്ല മക്കളെ, കൂട്ടാനും തിരഞ്ഞാൽ നടക്കുക. എത്താ പഞ്ഞ് കൂട്ടാനേ വിചാരിച്ചിക്കാണ്ട്. അങ്ങനെ ഏതായാലും നമ്മൾ മക്കളെയൊക്കെ നീപ്പിച്ചിക്കണം കേട്ടോ. പിന്നെ ഞാൻ നമ്മളെ കടക്കയും വിരിപ്പും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചുവനും ചെരുക്കിനൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. അത് നമ്മൾ കടന്ന് നീച്ചാൻ വെക്കാൻ മീനൊക്കെ ചുളിഞ്ഞും ഇതൊക്കെ ആയിക്കാണ്ടേ കാരം പുതപ്പൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കണം. എന്നിട്ട് പിന്നെ അതൊക്കെ ഒരു ഭാഗത്തേക്കാണ്ട് ഒതുക്കി വെച്ചാൽ മതി. പിന്നെ ഇപ്പോൾ സ്കൂളുണ്ടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ മക്കളിങ്ങനെ എടുത്തിട്ടും വലിച്ചിട്ടും വാരിയിട്ടിട്ടും ഒക്കെ പാടെ മടക്കി വെച്ചാലും പിന്നെയും കാണാം അതേമാതിരിക്ക്. പിന്നെ ഞാൻ ഓല കൊണ്ട് തന്നെയാണ് മടക്കിച്ചേക്കല. കാരണം ഓല് കാട്ടിയത് ഓല തന്നെ ശരിയാക്കിച്ചട്ടെ, എന്നെങ്കിലേ ശരിയാകുള്ളൂ. എന്നാൽ പിന്നെ ഓല പിന്നെ ആ പണിയെടുക്കൂലല്ലോ. പിന്നെ ഓല അങ്ങനെ കേടെടുത്താൽ നിൽക്കില്ല. അത് കേടെടുത്താക്കില്ല, കാരണം ഞങ്ങൾ തന്നെ മടക്കി വെക്കണമല്ലോ എഴുതിയിട്ടേ. അങ്ങനെ ഏതായാലും നമ്മൾ പുതിയ പിള്ളേർക്ക് ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ച ക്ലാസ് ഉണ്ടായിനി, അതൊക്കെ നമ്മളെടുത്ത്. പിന്നെ ഞാൻ എന്താട്ടി ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേഗം പാത്രം മോറുകയാണ്. പാത്രമൊക്കെ ഒന്ന് വേഗം മോറിയെടുക്കണം. എന്നിട്ട് വേണം കുളിച്ചാൻ, തുടക്കണം. അതൊരു പണിയുണ്ട് കേട്ടോ തുടക്കൽ. അപ്പം തുടക്കൽ മക്കളെ പറഞ്ഞയച്ചിട്ടേ തുടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ സ്കൂൾക്ക് പോവും വേണം. അപ്പം അങ്ങനെ വേഗം തുടക്കലൊക്കെ പിന്നെ കഴിച്ചാന്ന് കരുതിയിട്ട് പാത്രമൊക്കെ ഞാനണ്ട് മോറി എടുത്ത് വെക്കാണ് കേട്ടോ. എല്ലാ പാത്രവും കൊണ്ട് വച്ച് വാരിയാണ്ട് ഇടും, എന്നെങ്കിലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒരു പൊറുതിയേടാണ് മനസ്സിക്ക് മോറാഞ്ഞാൽ എല്ലത്. അങ്ങനെ നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേർച്ചക്ക് കൊണ്ടാകാല്ലേ, നേർച്ചച്ചോറ്റിന് കൊണ്ടാകാല്ല പാത്രം റെഡിയാക്കിക്കണം കേട്ടോ. ഇത് ചാറ്റിനും മറ്റേ ചുവപ്പ് പാത്രം ചോറ്റിനുമാണ് കേട്ടോ നമ്മൾ വെച്ചിരിക്കണത്. അപ്പോൾ അത് രണ്ടും ഞാനതിക്ക് ഇറക്കി വെച്ചിക്കണേ. ഈ ഒരു ചോറ്റിനും ചാറ്റിനും വല്ലാത്തൊരു രസമാണ്. അത് നല്ലൊരു രസം. അത് നമ്മളിഞ്ഞ് എത്ര കൊസീലണ്ട് വെച്ചാലും നമ്മളെ ഇറച്ചിച്ചാറുണ്ടല്ലോ
ഈ നീർച്ചച്ചോറിനും ആ നീർച്ചച്ചാറിനും ഒക്കൂല മക്കളെ. അത്രയും രസമാണ്. നിങ്ങൾക്കൊക്കെ തോന്നിക്കണോ അല്ലേന്ന് ഇപ്പം നമുക്ക് പറയാൻ കൂടിയാടില്ല. പക്ഷേങ്കിൽ ഇതിനൊരു പ്രത്യേക രസമാണ്. ഏതായാലും ഞാൻ കീസിലൊക്കെ ഇട്ടിക്കണം കേട്ടോ. അപ്പം ഇനി നമ്മൾ പോവുകയാണ്. അങ്ങനെ നടന്ന് പോകാം. മദ്രസയിലാണ് കേട്ടോ ചോറ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഇതാക്കണേ ഞങ്ങൾ മദ്രസയിലെത്തി. കണ്ടില്ലേ, ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നിരന്ന് നിൽക്കുന്നുണ്ട്. കാരണം ഒക്കെ പെണ്ണുങ്ങൾ തന്നെയാണ്. കാരണം ഓലൊക്കെ മാപ്പിളാർ പണിക്ക് പോയിക്കണേ, ചിലവരൊക്കെ ജുമാക്ക് പോയിക്കണേ. ജുമാക്കൊക്കെ തിരിഞ്ഞ് വരുമ്പോഴത്തേന് നേരം വെക്കൂലേ. അപ്പോൾ പിന്നെ പെണ്ണുങ്ങൾ തന്നെയാണ് പോരുക. അല്ല അപ്പം എത്താ കാട്ടണേ. ഏറും ആൾക്കാരത് പണിക്ക് പോയതേക്കാരം കേട്ടോ. വെള്ളിയാഴ്ച ആയാലും പണി ഉണ്ടാവുമല്ലോ. അങ്ങനെ നമുക്ക് ചോറൊക്കെ കിട്ടിക്കാണ്ട് നമ്മൾ കുടിക്ക് പോന്നിക്കണം കേട്ടോ. അപ്പം മീനുട്ടിക്ക് സ്കൂള് മീറ്റിംഗ് ഉണ്ടായതിനെ കാരണം കൊണ്ട് ഓൾക്ക് ഉച്ച വരെ ഉള്ളേനി, ഓളും ഉണ്ടേനി. അപ്പോൾ ഇതാക്കണേ ചോറ് കുറച്ച് തോന ഉണ്ടാവും കേട്ടോ. ചാറ് അതിനും വേണ്ടി തുള്ളി ഉണ്ടാവുള്ളൂ. കണ്ടോ, ചാറ് കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം അതൊക്കെ നമുക്ക് ഈ 4-5 ആൾക്കാർക്ക് ടോക്കൺ തരലാണ് കേട്ടോ. എത്ര ആളാണ് നമ്മളവിടെ വന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ പൈസയും അരിയും തേങ്ങയൊക്കെ നമ്മൾ പെരയിൽ നിന്ന് കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എത്ര ആളാന്ന് ചോദിച്ചുമ്പോൾ നമ്മൾ 5 ആൾക്കാർ. അപ്പോൾ ഞങ്ങൾ 4-5 ആൾക്കാരുള്ളൂ പറഞ്ഞു. അപ്പോൾ അതിനില്ല ചോറും ചാറും. അപ്പോൾ അതാക്കണേ അതിന് നിറച്ച് ചാറൊന്നുമില്ല കേട്ടോ, ഒരു തുള്ളി ചാറ് തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലിനോണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്താട്ടാ ഇല്ലോണ്ടാണ്ട് ഒപ്പിച്ചാട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. ഞാൻ പറഞ്ഞില്ലേ, ഈ ചോറ്റിനും ചാറ്റിനും വല്ലാത്തൊരു രസമാണ്. അത് നമ്മളിനിപ്പോൾ എങ്ങനെ വെച്ചിട്ടും കാര്യമല്ല, അതിൻ്റെ ഒരു രസവും ഇത് കിട്ടുന്നല്ല. അങ്ങനെ ഏതായാലും ഞാൻ ഓരോ കണ്ടും കുറച്ച് ചാറും മുക്കി പാർന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ 4-5 ആൾക്കാർക്കും ഉണ്ടാണ്ട് അത് എഴുതിയിട്ട് പിന്നെ ഞാനും ഇതാക്കണം കേട്ടോ. പൂളക്കണ്ടും 2 ഇറച്ചിയും ഒക്കെ എടുത്തുക്കണ്. അങ്ങനെ നമ്മളും ചോറ് കഴിച്ചു. അപ്പോൾ ചിലയിടത്തൊക്കെ ഉണ്ട് കേട്ടോ നേർച്ച. പിന്നെ നമ്മൾ ചോറയൊക്കെ കഴിഞ്ഞുകൊണ്ട് സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ മീറ്റിങ്ങിന് പോവുകയാണ്. അപ്പോൾ ഏതായാലും ടീച്ചർമാർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. പിന്നെ സ്കൂൾ വിട്ട് നിന്ന് കഴിഞ്ഞിട്ട് വരുമ്പോൾ കുട്ടികളോട് ചോദിച്ചാൽ എന്തൊക്കെയാണ് പഠിപ്പിച്ച് ചോദിച്ചാൽ, അതേമാതിരി നാളെ എന്താ പഠിച്ച് വരാനില്ലെന്നൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ്. പിന്നെ അതിലുപരി ഇപ്പം മയക്കമരുന്നിൻ്റെയും MDMൻ്റെ ഒക്കെ ഇതാണ്. അപ്പം അതൊക്കെ നമ്മളെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം കുട്ടികളെ പുറത്തുള്ള ആൾക്കാരും അതേമാതിരി അവനാൻ്റെ ആൾക്കാരും കേട്ടോ, പുറത്തുള്ളതായാലും അവനാൻ്റെ ആൾക്കാരായാലും ഒക്കെ കുട്ടികളെ തൊടുന്നതും പിടിച്ചിടുന്നതും എവിടെയൊക്കെ തൊടണമെന്നല്ലോ, നല്ല സ്ഥലത്ത് തൊടുന്നതും ആകാത്ത സ്ഥലത്ത് തൊടുന്നതൊക്കെ നമ്മളെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം. അവിടെ തൊടുന്നുണ്ട് വെച്ചെങ്കിലൊക്കെ വേണ്ടാത്ത സ്ഥലത്തൊക്കെ ആരെങ്കിലും തൊടുകയോ പിടിച്ചൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ തള്ളാരോട് വന്ന് പറയാനുള്ളൊരു മനസ്സ് നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി തീർക്കണം നമ്മൾ. അപ്പം നമ്മൾ എന്ത് നമ്മളോട് പറഞ്ഞാലും അത് നമ്മളെ ഇമ്മീപ്പം കേൾക്കുന്നുള്ളൊരു സാഹചര്യം നമ്മളെ പെരയിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ കുട്ടികൾക്ക് നമ്മളെ പെരയിൽ വന്ന് പറയാനും ഒരു പേടി ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾ എന്തെങ്കിലും പറയുമ്പോൾ ഇജ്ജ് പൊയ്ക്കാടുന്ന് ഞാൻ ഇപ്പം ചെറിയ പണി ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആ കുട്ടികൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് വരില്ല. അപ്പം നമ്മൾ എന്ത് പണി എടുക്കുകയാണെങ്കിലും ആ പണി അവിടെ ഇട്ടിട്ട് നമ്മളെ മക്കളെന്താ പറയണമെന്ന് വെച്ചാൽ അത് കേൾക്കുക, ഇങ്ങോട്ട് എടുത്താൽ മതി ഇന്നയാളെ പണി. നമ്മളെ മക്കളല്ലേ വലുത്.